ഹായ് ഫ്രണ്ട്സ്, എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് 2 കപ്പ് സാദാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയി കിട്ടണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബായി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് റെഡിയായി കിട്ടുമ്പോൾ ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് തണിയാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് സ്റ്റീം ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തു. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിനായി ഉപ്പുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെയാണ് ഫ്ലേവർ വേണ്ടത് എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലേവർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റീമായി കിട്ടുമ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെള്ളയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒന്ന് പരത്തി കിട്ടും. അഥവാ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കയ്യിലൊന്ന് തടവി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുക്ക് വശത്തായിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നും തയ്യാറാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി കാണുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് ഇത്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണിത്. സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് അധികം ഓയിലോ ഒന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി സ്റ്റീമർ ചൂടായി വന്ന സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.